സമാധാനത്തോടെ യാത്ര, സ്നേഹത്തോടെ യാത്ര, ദയയോടെ യാത്ര, വിശ്വാസത്തോടെ യാത്ര. നമുക്ക് പിന്നിലെ ദിവസം കഴിഞ്ഞു, കൃപയോടെ പോകാം. നമുക്ക് പോകാം ഇരുട്ടിലേക്ക്, ഒറ്റയ്ക്കല്ല, ഭയമില്ല. പ്രത്യാശിക്കാം നമുക്ക് സുരക്ഷിതമായി വീടെത്തുമെന്ന്. പ്രിയമുള്ളവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. പറഞ്ഞു കേട്ടത് ഒരു വേൾഡ് ഫേമസ് ഫ്യൂണറൽ സോങ്ങിൻ്റെ വരികളാണ്. അമ്മയ്ക്ക് മകൾ പാടിക്കൊടുത്ത അവസാനത്തെ വരികൾ. ഞാൻ പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ നിന്ന് ഒരു നല്ല യാത്രയയപ്പ് അയാൾക്ക് നൽകാവുന്നതല്ലേ? കാരണം എന്തെന്നാൽ സ്വപ്നം കണ്ട ആ നാട്ടിൽ കണ്ണു തുറക്കുമ്പോൾ അവർ ഓർമ്മിക്കുന്നത് ഈ അവസാന നിമിഷങ്ങൾ മാത്രമാണെങ്കിലോ? പറഞ്ഞതിൽ സംശയം വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർക്കുന്നില്ലേ, കട്ട് ജീവിച്ചിട്ട് കുരിശിൽ കിടന്ന് സ്വർഗം കെട്ട നല്ല കള്ളൻ്റെ കഥ. യെസ്, ദ ലാസ്റ്റ് മൊമെൻറ്റ് ഓൾവേസ് മാറ്റേഴ്സ്. ഇപ്രകാരം ഒരു ചരിത്ര പുരുഷന് അവസാന നിമിഷങ്ങൾ ഒരുക്കിക്കൊടുത്ത ഒരു നല്ല മനുഷ്യനെയാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അരമത്തിയക്കാരൻ ജോസഫ് തന്നെ. പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ കാര്യം, ഈ ജോസഫുമാരെല്ലാം വിശുദ്ധരായിരുന്നു. നിഷ്കളങ്കനായ ഈജിപ്തിലെ ജോസഫ്, നീതിമാനായ നസ്രത്തിലെ ജോസഫ്, ഇപ്പോൾ ഇതാ അരമത്തിയായിലെ മറ്റൊരു ജോസഫ്. ജോസഫുമാരെല്ലാം ഒളിവിൽ നിന്ന് ധൈര്യത്തിലേക്ക് ജീവിച്ചവരായിരുന്നു. ഒരിക്കലൊരു സ്ത്രീയെ ഭയപ്പെട്ട ജോസഫാണ് പിന്നീട് ഒരു നാടിൻ്റെ രക്ഷാധികാരിയായി തീർന്നത്. രഹസ്യത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കാൻ ശ്രമിച്ച ജോസഫാണ് പിന്നീട് ക്രിസ്തുവിൻ്റെ കാവലായി മാറിയത്. രഹസ്യ ശിഷ്യനായിരുന്ന അരമത്തിയയിലെ ജോസഫാണ് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം പീലാത്തോസിൻ്റെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. മൂന്നാമത്തെ കാര്യം, ജോസഫുമാരെല്ലാം ഉള്ളവരായിരുന്നു. എന്താണ് ഉണ്ടായിരുന്നത്? സമ്പത്തുള്ളവനായിരുന്നു ഈജിപ്തിലെ ജോസഫ്. നീതിയിൽ സമ്പന്നനായിരുന്നു നസ്രത്തിലെ ജോസഫ്. മനുഷ്യത്വത്തിൽ സമ്പന്നനായിരുന്നു അരമത്തിയായിലെ ജോസഫ്. അതുകൊണ്ടാണല്ലോ താൻ വിശ്വസിച്ച ഈ ഗുരുവിനെതിരെയുള്ള വിധികൾ ശരിയല്ല എന്ന് താൻ ആയിരിക്കുന്ന സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചത്. ഗുരുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവാതിരുന്നിട്ടും തൻ്റെ ശവകുടീരം അദ്ദേഹം പങ്കുവയ്ക്കുവാൻ തയ്യാറായത്. അവസാനത്തെ കാര്യം, ജോസഫുമാരെല്ലാം മരണം ധ്യാനിച്ചവരായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ചവനായി കരുതപ്പെട്ടവനല്ലേ ആദ്യത്തെ ജോസഫ്? ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് കാവലായി, മരണത്തിൽ നിന്ന് കാവൽക്കാരനായി, പിന്നീട് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി തീർന്നില്ലേ നമ്മുടെ ജോസഫ്? ഇപ്പോൾ ഇതാ ഉദ്യാനങ്ങൾക്ക് നടുവിൽ ശവകുടീരം പണിത മറ്റൊരു ജോസഫ്. അദ്ദേഹം നമ്മോട് പറയും, പണിയാം നമുക്ക് ശവകുടീരങ്ങൾ. 6 അടി മണ്ണിൽ അടക്കപ്പെട്ട് ഒരു പിടി മണ്ണായി തീരുന്ന ഈ ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണമെങ്കിൽ അതും നമുക്ക് കടം കൊടുക്കാം. 6 അടി മണ്ണ് പോലും നിഷേധിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളിടത്തോളം. ഇനി മുതൽ നമ്മുടെ സന്ദർശനങ്ങൾ മരണക്കിടകകൾ മാത്രമാകട്ടെ. അതിനേക്കാൾ യാഥാർത്ഥ്യമായൊരു സത്യം വേറെയുണ്ടോ? ജോസഫ് വീണ്ടും നമ്മോട് പറയും, ശാബതം അടുത്തിരിക്കുന്നു, നമുക്ക് പോകാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.